നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യത തെളിയുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്കാണ് വിരലിച്ചൂണ്ടുന്നത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അതിൻ്റെ തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾ ഇസ്രായേലിന് പിന്തുണ നൽകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതായി താൻ കേട്ടു എന്നും അത് സത്യമാണ് എങ്കിൽ തീർച്ചയായും അവരെ തിരിച്ചടിക്കും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇറാൻ സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് വരുന്നത് എങ്കിൽ തങ്ങളതിനെ സ്വാഗതം ചെയ്യുമെന്നും അത് ബുദ്ധിപരമായൊരു തീരുമാനമായിരിക്കും എന്നുമാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്ക നടത്തിയ അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അത് ഇപ്പോഴും ഇറാൻ മറന്നിട്ടില്ല എന്നാണ് പൊതുവെ ട്രംപ് കരുതുന്നത്. അതേസമയം നെതന്യാഹുവിനുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിലൊക്കെ തന്നെ തികഞ്ഞ ശുഭപ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം തുടരുകയാണെങ്കിൽ അതിന് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേരിൽ അഴിമതി കേസുമായൊക്കെ ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രസിഡന്റിനോട് ഡൊണാൾഡ് ട്രംപ് ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ പ്രസിഡന്റ് ഓഫീസ് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു രാജ്യത്തെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരിൽ അങ്ങനെ ഒരു വ്യക്തിക്കും സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഓർക്കാതെയാണോ ട്രംപ് ഇക്കാര്യമൊക്കെ പറഞ്ഞത് എന്നാണ് സ്വാഭാവികമായും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. അത് മാത്രമല്ല, അതിനിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്കൻ സർക്കാരിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും വൈസ് പ്രസിഡന്റ് JD വാൻസിനും അനിഷ്ടമുണ്ട് എന്നാണ്. കാരണം നെതന്യാഹു നടത്തുന്ന പല പ്രവൃത്തികളോടും തങ്ങൾക്ക് അടിസ്ഥാനപരമായി യോജിപ്പില്ല എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വൈറ്റ് ഹൗസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഇവർക്ക് ഇഷ്ടമാണെങ്കിലും അനിഷ്ടമാണെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹത്തിന് അഗാധമായ സ്നേഹമാണ് ഉള്ളത് എന്നും അതൊരിക്കലും അതിന് മാറ്റം വരുത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നുമാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപുമായി നെതന്യാഹു നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു കാര്യം നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ വ്യക്തികൾ ഇനി ഒരാളുടെ മൃതദേഹം മാത്രമാണ് വിട്ടുകിട്ടാനുള്ളത്. അദ്ദേഹം അമേരിക്കൻ പൗരനാണ്. അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ ഈ സൈനികൻ്റെ അച്ഛനമ്മമാരുമായൊക്കെ തന്നെ നെതന്യാഹു കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. സൈനികൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി വിട്ടു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഒരു തിരിച്ചടി നൽകാൻ നെതന്യാഹു തയ്യാറായേക്കും എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലത്തും ഹമാസിനെയും ഹിസ്ബുള്ള തീവ്രവാദികളെയൊക്കെ തന്നെ പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ്, ഇപ്പോഴും പിന്തുണ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയുടെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇറാൻ. കാരണം ഇവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ ഇറാൻ്റെ ഭാവിയെ സംബന്ധിച്ചും അവരുടെ ആണവായുധ പദ്ധതികളെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഏറെ നിർണായകമായി മാറാനാണ് സാധ്യത.